ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവമക്കളായ നാം വേദപുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യോത്തര പങ്ക്തിയിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 70-ൽ പരം എപ്പിസോഡുകൾ കർത്താവിൽ പ്രസിദ്ധനും ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ പ്രേക്ഷകരിൽ നിന്നുള്ള വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും തൃപ്തികരമായ മറുപടി നൽകി കഴിഞ്ഞു. ഇന്നും ഈ സെഷനിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനായി ബഹുമാനപ്പെട്ട കത്രിദാസൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 8-ാം വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവന് വേണ്ടി അത് ശേഖരിക്കുന്നു. പലിശയും ലാഭവും വാങ്ങുന്നവൻ അഗതികളെ പിടിച്ചു പറിച്ചല്ലേ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത്. ഈ വാക്യത്തിന്റെ ഒരു വിശദീകരണം തരാമോ എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഈ വാക്യത്തിന്റെ വിശദീകരണം തരാതിരിക്കാനാണ് എനിക്കിഷ്ടം. ഓണസ്റ്റ് ഇപ്പൊ നമ്മൾ വിശദീകരണം തരും കേട്ടോ. എന്താ തരാതിരിക്കാൻ എനിക്കിഷ്ടം എന്ന് പറയാൻ കാര്യം അറിയാം. ഇത് കേൾക്കുന്ന സകല മനുഷ്യർക്കും ആശയക്കുഴപ്പമുണ്ടാവും. വിശദീകരിക്കുന്നതുകൊണ്ട് മനുഷ്യനെ വെറുതെ കൺഫ്യൂസ് ചെയ്യാമെന്നല്ലാതെ വേറെ ഒരു ഗുണവുമില്ല. പക്ഷെ ആ കൺഫ്യൂഷനിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പം അതിന്റെ യാഥാർത്ഥ്യത്തിൽ റിയാലിറ്റിക്ക് വരാൻ കഴിഞ്ഞാൽ then my endeavor is justifiable. ഈ പരിശ്രമം ജസ്റ്റിഫിയബിൾ ആണെന്ന് പറയാൻ നമുക്കിങ്ങനെ പറയാം. സദൃശവാക്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, ശലോമോന്റേതായ ഒരു ഇന്റലക്ച്വൽ വിങ്ങിനെ ഡെവലപ്പ് ചെയ്തു, റിസർച്ച് വിങ് എന്ന് പറയാം. അവര് പോകുന്നിടത്തൊക്കെയും പോയി പരിചയമല്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അത് ശലോമോനെ കൊണ്ടുവന്ന് കാണിച്ച് ശലോമോൻ അതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനത്തിൽ പഠിച്ച് എഴുതി വെച്ചത് കാര്യങ്ങൾ. അതാണ് സർപ്രൈസിങ് ആയിരുന്ന ശലോമോന്റെ ജ്ഞാനം എന്ന് പറയുന്നത്. രണ്ട്, ശലോമോൻ വലിയൊരു റീഡറായിരുന്നു. അതുകൊണ്ട് ഹൈ ഫിലോസോഫിക്കലായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അവിടെയും മാനിഫെസ്റ്റേഷൻ ഓഫ് വിസ്ഡം ഉണ്ട്. ശലോമോൻ ആ കാലത്തെ മഹാജ്ഞാനികളായ ആളുകളിൽ നിന്ന് അവരുടെ വേർഡ്സ് ഓഫ് വിസ്ഡം കളക്ട് ചെയ്തിരുന്നു, വൈസ് സെയിങ്സ് കളക്ട് ചെയ്തിരുന്നു. നമുക്ക് നമ്മുടെ കാലത്തും ഒരുപാട് വൈജ്ഞാനികന്മാരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വലിയ ജ്ഞാനി അല്ലെങ്കിലും ജ്ഞാനിയാകാൻ ശ്രമിച്ച ഒരാളാണ് മഹാത്മാഗാന്ധി. അപ്പം അങ്ങനെ ഞാൻ പറയാൻ കാര്യം, ഇപ്പം ഗാന്ധിയെ വിമർശിക്കുക എന്നുള്ളതല്ല ഇവിടെ, പക്ഷെ ഒരു യാഥാർത്ഥ്യം പറയാണ്. ഗാന്ധിയൻ ഫിലോസഫി ഞാൻ വായിക്കുന്നത് എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അമേസിംഗ് ആണ് ഗാന്ധിയൻ ഫിലോസഫി, അമേസിംഗ് ആണ്, അബ്സല്യൂട്ട്ലി. സോ ഐ വാസ് on the verge of falling in love with Gandhi. അത് MA പഠിക്കുന്ന സമയത്താണ് ഈ അമേരിക്കൻ ഫിലോസഫറായ രണ്ടുപേരുണ്ട്, ഞാൻ അവരുടെ പേരെന്താന്ന് പോയി, നമ്മുടെ ഈ സെഷൻ തീരുന്നതിന് മുമ്പ് ഓർത്താ പറയാം. ഇപ്പം അവരുടെ ഫിലോസഫി വായിക്കുന്നത്. അപ്പം ഇത് ഗാന്ധിയിൽ നിന്ന് ഇവർ കോപ്പി അടിച്ചതെന്ന്, ഇവർ ഗാന്ധിയിൽ നിന്ന് കോപ്പി അടിച്ചതെന്ന് സംശയം. പിന്നെ മനസ്സിലായോ? എമേഴ്സണും തോറോ എഴുതിയില്ലാതെ എന്തെങ്കിലും ഒരു ഒറ്റ കാര്യം ഗാന്ധി എഴുതിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഗാന്ധിയന്മാരാരെങ്കിലും വന്ന് കാണിച്ചു തരില്ല. കോപ്പി അടിച്ചതാണ്.
പക്ഷെ ഫിലോസഫിയാണ്. ഉം. ഫിലോസഫിയാണ്. വി മസ്റ്റ് തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി ഉം. എന്ന് പറയുന്നത് എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു സേയിങ് ആണ്. തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി. Globally and act locally. ഉം. എന്നെ സ്വാധീനിച്ച ഒരു 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 വൈസ് സേയിങ് ആണ്. ഇങ്ങനെ ഒരുപാട് വൈസ് സേയിങ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉം. ഇപ്പോഴും ഉണ്ടല്ലോ വൈസ് സേയിങ്സ്. Yes, yes. അപ്പം ചില രാജാക്കന്മാരും ഭരണാധികാരികളും അവരുടെ കൊള്ളരാളികളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഫിലോസഫേഴ്സിന് കാശ് കൊടുത്തിട്ട് ഉം. അവരെ കൊണ്ട് തന്നെ ഫിലോസഫൈസ് ചെയ്യിക്കും. ഉം. കിട്ടിയോ? അവരെ കൊണ്ട് ഫിലോസഫൈസ് ചെയ്തിരിക്കും. Advice ചെയ്യിപ്പിക്കും. ഉം. ഞങ്ങൾ ഇങ്ങനെ കുറെ ആളുകൾ പണം സമ്പാദിക്കാൻ ഉള്ളത് കൊണ്ടാണ് ഉം. നിങ്ങളുടെ കാര്യമൊക്കെ നടന്നു പോകുന്നത്. കിട്ടിയോ? Yes. ഞങ്ങൾ കുറെ പേര് ഇങ്ങനെ പണം സമ്പാദിക്കാനുള്ളതുകൊണ്ടാണ് ആൾക്കാരെങ്കിലും അത്യാവശ്യം വരുന്നത് 10 കാശ് കടം മേടിക്കാൻ ഉം. ഒരിടമുള്ളത്. To justify. ജസ്റ്റിഫൈ ചെയ്തു. ഇങ്ങനെ തെറ്റുകളെ ജസ്റ്റിഫൈ ചെയ്ത ഒരുപാട് ഫിലോസഫി ഉണ്ട്. ഉം. ഈ ഫിലോസഫി എന്ത് ചെയ്തു? ശലോമോന്റെ സ്വഭാവം അത് തന്നെയായിരുന്നുകൊണ്ട് ശലോമോൻ അത് എടുത്ത് പുസ്തകത്തിനകത്ത് എഴുതി. ഉം. ഈ ബ്രിട്ടീഷുകാരെ വിമർശിച്ചുകൊണ്ട് ഉം. ശശി തരൂരിന്റെ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട് ഓക്സ്ഫോർഡ് യൂണിയൻ വന്നിട്ട്. ഉം. അദ്ദേഹം പറയുന്നതാണ് the word loot. Loot. ഉം. You got that word from India. Okay. You not only took that word into your dictionary, but Hmm. into your character also. Okay. ഉം. തരൂരിന്റെ ഈ സഹജമായ നർമ്മബോധം ഉണ്ടല്ലോ, അതിലാണ് ശരിക്കും കുറിച്ചുള്ള പുള്ളി കാണിച്ചത്. അതെ, അതെ. അതുപോലെ Bad loot. ഉം. എന്റെ സ്വഭാവം ഇത് തന്നെയാണ്. ഏതാ ഇതുപോലെ ലൂട്ടിങ്, ഉം. ഇസ്രായേലിലെ കൊള്ളയടിച്ച് മുടിച്ച് നശിപ്പിച്ച് രാജ്യം മുഴുവൻ ദരിദ്രമാക്കിച്ചു കളഞ്ഞു. ഉം. അങ്ങനത്തെ ടാക്സ് ആ ശലോമോൻ ഉണ്ടാക്കിയത്. ഉം. ഒരു ന്യായീകരണം വേണ്ടായിരുന്നു. ഉം. നോക്കിയപ്പോൾ വേറൊരു എഴുതിയിരിക്കുന്ന ഒരു ന്യായീകരണം. ആ. പുള്ളി അതൊരു നേരെ കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് ഉം. പ്ലാൻ ചെയ്ത് വെച്ചു. അപ്പം അങ്ങനെ വന്നൊരു വാക്യമാണിത്. പരിശീലനം. അതുകൊണ്ട് തന്നെയാണ് ശലോമോന്റെ റൈറ്റിങ്സ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മാത്രമേ എടുക്കാവൂ എന്ന് പറയുന്നത്. ഉം. ഉം. വളരെ ഉം. ഇതൊന്നും ദൈവജനമല്ല. Okay, okay. Yeah. ഉം. മനസ്സിലായി? ഇതൊന്നും ഇത് പക്ഷെങ്കിൽ എന്തിനിത് ദൈവജനത്തിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ ഉണ്ട്. Yes. ഉം. നമ്മൾ ദൈവജനത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതിനാണ്. ഉം. That's the way in which you should approach and understand the word of God എന്നുള്ളതാണ്. Okay. Okay. So that is the Yes. explanation behind it. Okay, sir. Thank you very much. Welcome. അടുത്ത ചോദ്യം, 2 വേദഭാഗങ്ങൾ കോട്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. കൊലോസ്യൻ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ സാത്താന്റെ ഏത് ആയുധമാണ് ആയുധവർഗം വെപ്പിച്ചത്? 2-ാമത്തെ ചോദ്യം, ജയോത്സവം ഏതെല്ലാം രീതിയിലാണ് കൊണ്ടാടിയത്? തുടരുന്നു. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും എന്ന് കാണുന്നു. ഇവിടെ 4 കാര്യങ്ങളിലുള്ള പോരാട്ടം ആണ് കുറിച്ചിരിക്കുന്നത്: വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്ന് മാത്രം കാണുന്നു. 2 കാര്യങ്ങൾ. ഈ വ്യത്യസ്തത എന്തുകൊണ്ടാണ് എന്നാണ് പ്രേക്ഷകന്റെ ചോദ്യം. വ്യത്യസ്തത ഉള്ളതുകൊണ്ട് വ്യത്യസ്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ വ്യത്യസ്ത ഉള്ളതുകൊണ്ടാണ്. ആൻസർ തീർന്നില്ലയോ? ആ വ്യത്യസ്ത എന്തുകൊണ്ടാണ്? അല്ലേ? ആൻസർ ഇസ് ഓവർ. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിറ്റ് ടു ഹാർഡ്. ഇറ്റ്സ് ടു ഹാർഡ്.
ഞാൻ നമ്മുടെ ഈ ടൈം സ്കീമിനകത്തൊന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കാം. ഉം. അതുകൊണ്ട് തീരണമെന്നോ അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാർക്ക് മനസ്സിലാകണമെന്നോ ഇല്ല. ഉം. മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, അത് അവരുടെ തെറ്റുമല്ല. ഉം. കാര്യം മനസ്സിലാകാനുള്ള ആ ഒരു ഇതിലേക്ക് അവർ വന്നില്ല എന്നേ ഉള്ളൂ. ഉം. പക്ഷെ നാളെ വരും, വരാതിരിക്കത്തില്ല. ഉം. ഒരുപാട് ചോദ്യങ്ങളാണ് വന്നിട്ട്. ഒന്ന് ഈ ജയോത്സവം, ഏതെല്ലാം കാര്യങ്ങളാണ് ജയോത്സവം കൊണ്ടാടി എന്നുള്ളത്. ഉം. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ജയോത്സവം എന്ന് എന്തുവാ? ഉം. വാട്ട് ഈസ് മീൻ ബൈ ട്രയംഫന്റ് പ്രൊസഷൻ? ഉം. ട്രയംഫന്റ് പ്രൊസഷൻ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഉം. അത് ഒരു റോമൻ വാർ റിച്വലാണ്. ജയോത്സവം. ഉം. റോമാക്കാരുടെ യുദ്ധവുമായി സംബന്ധിച്ചുള്ള ഒരു റിച്വൽ, ഒരു രീതി, ഒരു മതകർമ്മമാണത് ജയോത്സവം എന്ന് പറയുന്നത്. റോമൻ മിലിറ്ററി ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മതകർമ്മമാണ് ജയോത്സവം. ഉം. ട്രയംഫന്റ് പ്രൊസഷൻ എന്ന് പറയുന്നത്. ഉം. റോം യുദ്ധം ജയിക്കാനുള്ള കാരണം അവരുടെ യുദ്ധദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് ഉം. അവർ വിശ്വസിക്കുന്നത്. അപ്പൊ ചോദിക്കും, എന്തിനാ യുദ്ധം ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് പറയാം? ഉം. റോമിന്റെ വരുമാനം ഉം. മറ്റ് രാജ്യങ്ങൾ യുദ്ധം ചെയ്ത് അവരുടെ സമ്പത്ത് കൊണ്ടുവരിക, അവരുടെ ആളുകളെ ഇവിടെ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അടിമകളായി വിൽക്കുക. ഈ അടിമകളെ കൊണ്ട് അപ്പൊ അടിമ കൂലി കൊടുക്കണല്ലോ, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക. ഉം. അതാ റോമിന്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ യുദ്ധം ചെയ്തേ ഒക്കത്തുള്ളൂ. എല്ലാ സീസണിലും യുദ്ധം ചെയ്യാൻ പോകണം. ഉം. യുദ്ധം ചെയ്യാൻ പോകുന്നത് റോമൻ മിലിറ്ററി ജനറലിന് ഈ റോമാ നഗരത്തിന്റെ നടുക്കുള്ളത് ക്യാപിറ്റൽ ഓൺ ഹില്ലിന്റെ മണ്ടയ്ക്കാണ് ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഇവരുടെ യുദ്ധദേവന്റെ ക്ഷേത്രം. ഉം. അവിടെ പോയി പൂജ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് ചെല്ലുന്നു, അവിടെ ആളുകളോട് നേരത്തെ അറിയിക്കുന്നു കീഴടങ്ങാൻ, ഉം. ഒരാളെ കീഴടങ്ങാനായിട്ട്. ഉം. അതിൽ നിന്നാണ് അംബാസഡർ എന്ന ടോപ്പിക് ഡെവലപ്പ് ചെയ്തത്. Yes, yes, yes. പ്രതിപുരുഷനായി. ഞാൻ ഇന്ന ആളിന്ന് വരികയാണ്, നീ ഞങ്ങളോട് കീഴടങ്ങിയ നമുക്ക് യുദ്ധമില്ല, ഉം. ഇന്ന ടേംസിൽ നിങ്ങൾക്ക് റോമിന്റെ ഉം. ഒരു വാസലിൻ സ്റ്റേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത്. അല്ല, യുദ്ധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉം. ഈ ചെയ്യുന്നവരെല്ലാം കൊല്ലുക എന്നുള്ള റോമിന്റെ ഒരു പദ്ധതിയല്ല. ഉം. വളരെ തന്ത്രപരമായിട്ട് ഇവരെ അടിമകളാക്കുന്നുള്ളതാണ്. ഉം. അപ്പൊ ചിലർ അങ്ങോട്ട് ചെന്നാൽ ഉടനെ തന്നെ കീഴടങ്ങും, ആയുധം വെച്ച് കീഴടങ്ങും, ഉം. അവരെ പിടിച്ച് കെട്ടി മാറ്റി വെക്കും. കിട്ടുമാറ്റി. ഉം. മറ്റുള്ളവർ റോമിനെതിരായിട്ട് വാളെടുക്കും, ഉം. അവനെ പിടിച്ച് മാറ്റി വെക്കും. ഉം. രണ്ട് കൂട്ടമായിട്ട് എന്നിട്ട് പടയാളികൾ ചേർന്ന് ഈ പട്ടണം മുഴുവൻ കൊള്ളയടിച്ചിട്ട് ഈ മൂന്ന് കാര്യങ്ങളുമായിട്ടാണ് തിരിച്ച് റോമിൽ വരുന്നത്. ഉം. ഒന്ന് കീഴടങ്ങിയ പടയാളി, ഉം. രണ്ട് പൊരുതിയ പടയാളി, മൂന്ന് പിടിച്ച സാധനങ്ങൾ. ഉം. അതുമായിട്ട് വന്നിട്ട് റോമിന്റെ സിറ്റി ഗേറ്റിനോട് വരുമ്പോൾ കാഹളം മുഴക്കും. ഉം. മുഴുവൻ ആളുകളും ഈ സിറ്റി ഗേറ്റ് മുതൽ ഈ ക്യാപിറ്റൽ ഓൺ ഹില്ല് വരെയുള്ള വഴിയിൽ ഉള്ള ടെറസുകളിലും മതിലും കയറി വന്നിക്കണം. മുഴുവൻ പേര് കാഴ്ചക്കാരായി. അപ്പം റോമിനോട് എതിർത്ത് നിന്നവരെ മുന്നേ നിർത്തും. ഉം. ഉം. അതിന്റെ പുറകിൽ ഈ കൊണ്ടുവന്ന സാധനങ്ങളും ഉം. പിന്നെ റോമിന്റെ ഈ പൂജാരി നിൽക്കും. ഉം. അതിന്റെ പുറകിൽ കീഴടങ്ങിയതായ ഉം. സോൾജേഴ്സ് നിൽക്കും. ഉം. ഇവരുമായിട്ട് ഈ ക്യാപിറ്റൽ ഓൺ ഹില്ല് വരെയും ഒരു പോക്കുണ്ട്. ഉം. ഇതിനെയാണ് ഈ ജയോത്സവം എന്ന് പറയുന്നത്. ഈ വാക്കിന്റെ അർത്ഥം അറിയാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് ജയോത്സവം ചർച്ച ഉണ്ട്, ജയോത്സവം TV ഉണ്ട്, ജയോത്സവം ബൈബിൾ കോളേജ് ഉണ്ട്. ഈ പുള്ളിയെ വിളിച്ചിട്ട് എന്തോ ഇതിന് അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാണ്. അത് ഒരുപാട് പേർക്ക് ഇടുന്ന പേരിന്റെ അർത്ഥം എന്നാന്ന് അറിഞ്ഞുകൊണ്ടല്ലോ ഇടുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് റോമിനോട് പൊരുതിയ ആളുകളെ അവിടെ
യുദ്ധദേവന് ബലി കൊടുക്കും, കഴുത്തറച്ച് ചോര കൊടുക്കും. പൊരുതാതെ കീഴടങ്ങിയവരെ അവരെ അടിമകളായിട്ട് സ്റ്റാറ്റസ് കൊടുത്തിട്ട് റോമിൽ ജീവിക്കാൻ, അവർക്ക് പണി ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. ഇതാണ് ജയോത്സവം. ഇനി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ ക്രൂശിൽ തനിക്ക് മഹാപുരോഹിതന്റെ ദൗത്യം ചെയ്തു തീർക്കാനുണ്ട്. അതാദ്യം ചെയ്തു തീർക്കുന്നു. മധ്യസ്ഥന്റെ ദൗത്യം ചെയ്തു തീർക്കാനുണ്ട്, അത് ചെയ്തു തീർക്കുന്നു. ഇനിയും അറക്കപ്പെട്ട ആടിന്റെ ദൗത്യം, കാളയുടെ ദൗത്യം ചെയ്യാനുണ്ട്, അതും തീർക്കുന്നു. ഇതൊക്കെ സൂക്ഷ്മമായിട്ട് ക്രൂശിലെ ഓരോ സംഭവങ്ങളും നിരീക്ഷിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇനിയും യുദ്ധം ജയിച്ച രാജാവ് യുദ്ധം ചെയ്യണം. കർത്താവ് ക്രൂശി കിടക്കുമ്പോൾ അന്ധകാര ശക്തികൾ ബഹൂഷയുടെ അനന്ത സിംഹം പോലെ വായു പുലർത്തി വരുന്ന 22 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-3 ആളുകൾ തറയ്ക്കപ്പെട്ടവനായി ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രിയിൽ ഇരുട്ടിൽ അന്ധകാര ശക്തിയോട് യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്ത് അവന് തോൽപ്പിച്ച അവന്റെ ആയുധവർഗവും പിടിച്ചിട്ട് ആത്മമണ്ഡലം നടക്കുന്ന കാര്യമാണ്. അവനുമായിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോവുക. എന്തിന്? ഈ ട്രയംഫന്റ് പ്രൊസഷന് വേണ്ടി വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ അവയുടെ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യ കാഴ്ചയാക്കി മാറ്റി. ഇനി നമ്മൾ ചോദ്യമുണ്ട്. ക്രൂശിൽ വെച്ച് പിടിച്ചു പറിച്ച ആയുധവർഗങ്ങൾ ഏതൊക്കെയാണ്? 7 ആയുധവർഗങ്ങളാണ് ക്രൂശിൽ വെച്ച് പിടിച്ചെടുത്തത്. ഇത് 7ഉം ആത്മമണ്ഡലത്തിലെ ആയുധവർഗങ്ങളാണ്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ രോഗാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോട്. അവര് സ്പിരിച്വൽ ഫോഴ്സസ് ആണ്. സ്പിരിച്വൽ ഫോഴ്സസിനെതിരായിട്ട് യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് സ്പിരിച്വൽ വെപ്പൺസ് ആണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ സാത്താൻ മനുഷ്യനെ തോൽപ്പിക്കുന്നതിന് ഉപയോഗിച്ച ആയുധവർഗങ്ങൾ എന്തൊക്കെയാണ്? മേജർ 7 ഐറ്റംസ് ആണ്. ഈ 7 ഐറ്റംസിനെ പറ്റി ഞാൻ നമ്മുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി പഠിപ്പിക്കുന്ന നമ്മുടെ ക്ലാസ്സിൽ ഈ ബൈബിൾ സ്റ്റഡി പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പരസ്യമായിട്ട് ഇവിടെ ഒന്നും പറയാറില്ല. പഠിക്കണം നിർബന്ധമുള്ളവർ വന്ന് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ജോയിൻ ചെയ്താൽ മതി, പഠിക്കാം. ഇത് ഫ്രീ ക്ലാസ്സാണ്, മറ്റേ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അവിടെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്നും പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഈ ആയുധവർഗങ്ങളെ കർത്താവ് അവിടെ വെച്ച് നിർവീര്യമാക്കി, ഇനാക്റ്റീവ് ആക്കിയത് കൊണ്ടാണ് കർത്താവ് സാത്താന്റെ മേൽ ജയമെടുത്തത്. കർത്താവ് സാത്താന്റെ മേൽ ക്രൂശിൽ സാത്താന്റെ തല തകർന്ന് പറയുമ്പോൾ നമ്മൾ ലിറ്ററൽ സെൻസിൽ പാമ്പിന്റെ തല തല്ലി പൊട്ടിക്കുന്ന പരിപാടിയുണ്ട്. എൻ്റെ കൊച്ചിലെ എൻ്റെ ആദ്യത്തെ പണി അതാണ്. ഞങ്ങൾ ഹില്ലി ഏരിയ ഒരുപാട് പാമ്പുണ്ട്. ഇവനെ കണ്ടുപോയതിന്റെ കൊല്ലാതെ ഇരിക്കുന്ന പരിപാടിയല്ല, ഓടിച്ചിട്ട് തല്ലിക്കൊല്ല, ഇരുന്നതിനും കൊല്ലും. ഈ പാമ്പിന്റെ തല ധരിക്കുന്നത് എനിക്ക് നല്ല വിനോദമുള്ളൊരു കാര്യമായിരുന്നു കൊച്ചിലെ. ഇപ്പോഴും ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു വലിയ മുട്ടത്തടി എടുത്ത് സാത്താന്റെ തലയ്ക്ക് ഒറ്റ അടി കൊടുത്തെന്നും അപ്പൊ ഇവരുടെ തലയെല്ലാം പൊട്ടിച്ചെതിരി പോയെന്നും ഇപ്പൊ ഈ പാമ്പ് ഇങ്ങനെ വാലണക്കാണ് തലയില്ലാതെന്നും ഒക്കെ നമ്മൾ ഈ പ്രസംഗിച്ച് നടക്കുന്നത് എന്തായിരുന്നു ക്രൂശിലെ യുദ്ധം എന്നുള്ളത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഞാൻ ഇപ്പൊ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളത്. മാവിനൊരു ഫ്രീ കോപ്പി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോ ക്രൂശിൽ സംഭവിച്ചത് the master plan of the devil was shattered.
ഡെവിളിന്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ടല്ലോ, ഉം. മനുഷ്യരാശി നശിപ്പിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാൻ നശിപ്പിച്ചു കളഞ്ഞു. ഈ സാത്താനെയും ഫിസിക്കലായിട്ട് പിടിച്ചു കെട്ടി ചങ്ങലയിട്ട് ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവരും. എന്റെ ദൈവം സാത്താനെ വേഗത്തിൽ നിന്റെ കാൽക്കൽ ചവിട്ടിക്കളയുമെന്ന് പറയുന്നത് അവിടെ വെച്ച് നടക്കും. ദൈവം നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യം ഇവന്റെ തല ചവിട്ടിക്കുന്നത് എന്ത്? അവനെ അന്ത്യന്യായ വിധിക്കായിട്ട് നരകത്തിലേക്ക് വിടുന്നതിന് മുമ്പേ അവന്റെ കാല് നമ്മുടെ കാലുകൊണ്ട് അവന്റെ തലയിൽ ചവിട്ടിയിട്ട് അവനെ വിടത്തുള്ളൂ. അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യം. അപ്പം ക്രൂശിൽ സംഭവിച്ചെന്ന് പറയുന്നത് സാത്താന് നമുക്കെതിരായിട്ട് പൊരുത് ഫിസിക്കൽ വാർഫെയർ അല്ല, സ്പിരിച്വൽ വാർഫെയർ ആണ്. അതിന്റെ ആയുധങ്ങൾ സ്പിരിച്വൽ ആയുധങ്ങളാണ്. ആയുധങ്ങൾ മുഴുവൻ നിർവീര്യമാക്കി. ഇന്ന് ആ ആയുധം ഇനി ഭരിക്കത്തില്ല. ഇറ്റ് വോണ്ട് വർക്ക് എനിമോർ. അതുകൊണ്ട് മുമ്പ് ശ്രദ്ധിച്ചോണേ, എബ്രായ ലേഖനത്തിൽ മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്തിൽ നീക്കി. അപ്പൊ ഒരാളെ കൊല്ലാൻ അധികാരം ആർക്കുണ്ടായിരുന്നു? സാത്താനുണ്ടായിരുന്നു. താൻ ഉദ്ദേശിക്കുമ്പോൾ കൊല്ലാം. ഇന്നോ അവൻ ക്രൂശിലോട്ട് നോക്കിയാലോ ആ സെക്കൻഡിൽ രക്ഷയാ, അല്ലേ? സാത്താനാൽ പിടിക്കപ്പെട്ട ഒരാള് ക്രൂശയിൽ നോക്കിയാൽ സ്പ്ലിറ്റ് സെക്കൻഡ്, ഒരു സെക്കൻഡ് അവസാനിക്കുന്നതിന് മുമ്പേ രക്ഷയാ. എന്തുകൊണ്ട്? അധികാരം ഒന്നും സാത്താനില്ല. അതിനെപ്പറ്റിയാണ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ച് എഫെസ്യ ലേഖനത്തിൽ വരുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ള ജഡരത്വങ്ങളല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിനുള്ള ലോകാധിപതികൾ, സ്വർലോകങ്ങൾ, ദുഷ്ടാത്മസേന. ഈ 4 കാറ്റഗറിയാണ് ഈ സ്പിരിറ്റ് വേൾഡ്, അല്ലെങ്കിൽ വേൾഡ് ഓഫ് ഡാർക്ക്നെസ്, അല്ലെങ്കിൽ ഡിമോണിക് വേൾഡ്, ഡീമൺസ് വേൾഡ് എന്ന് പറയുന്നത്. ഡിമോണിക് പവേഴ്സിനെ 4ആയിട്ട് തിരിക്കുക. സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന എന്ന് പറയുന്നത് സ്വർഗത്തിൽ ദൈവത്തിന്റെ കോടതിയിൽ ചെന്നിട്ട് നമുക്കെതിരായിട്ട് അപവാദം പറയുക. അവിടം വരെ ചെല്ലാനുള്ള പവർ ഉള്ളവനാണ്. അത് ഒരു ബറ്റാലിയനാണ്. 2, അതിൽ താഴെയുള്ള സ്വർഗമണ്ഡലം ഉണ്ടല്ലോ, അവിടെ വ്യാപരിച്ച് ദൂതന്മാരെ പോലും തെറ്റിച്ച് കളയാൻ ശ്രമിക്കുന്ന കൂട്ടരുണ്ട്. ദൂതന്മാര് പോലും തെറ്റിച്ച് കളയാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ആ വേൾഡിൽ നിൽക്കുന്നവരാണ്. 3, നമ്മുടെ ഈ ആകാശമണ്ഡലം ഉണ്ടല്ലോ, ഈ ആകാശമണ്ഡലം ഇവന്റെ പ്രവൃത്തി മണ്ഡലമാണ്. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അതാദ്യം പറഞ്ഞു കഴിഞ്ഞു. വാഴ്ചകൾ എന്ന് പറയുന്നത് ഈ കർത്താവ് അശുദ്ധാത്മാവിനെ ശാസിച്ചു. അശുദ്ധാത്മാക്കൾ എവിടെയൊക്കെ അശുദ്ധിയുണ്ടോ അവിടെയൊക്കെ ഇതുങ്ങള് കൂട് കെട്ടി കിടന്നോളൂ. അവിടെ കൂട് കെട്ടി കിടന്നോളൂ. ഒന്ന്, ഈ ചീഞ്ഞ ഈ വൃത്തികേടിന്റെ അശുദ്ധിയുടെയൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ശവം അഴുകിയ മണം ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. ഇഷ്ടമാണ്. ചെളി കെട്ടിക്കിടക്കുന്നത്, ചെളിവെള്ളം, ശ്മശാനം, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകള്, വനഭൂമി, ഇതെല്ലാം ഇവർക്ക് ഇഷ്ടമാണ്. കാര്യം അവിടെ ഒന്നും വിശുദ്ധിയില്ല. അപ്പൊ ഇത് ഇവർക്ക് ഇഷ്ടമാണ്. ഇവരവിടെ കിടക്കും. എന്ത് ചെയ്യും? ആ വഴി പോകുന്ന ആളുകളെയൊക്കെ
നോക്കിയിട്ട് ഇവൻ വിശുദ്ധനല്ലെങ്കിൽ അവനെ ആക്രമിക്കും, ഫിസിക്കലി ആക്രമിക്കും. അത് അവന്റെ മൈൻഡ് സെറ്റിനെ അപ്സെറ്റ് ആക്കും. ബട്ട് ഇൻവിസിബിൾ അല്ലേ? എങ്ങനെ? അവര് നമുക്ക് കാണാൻ പറ്റുകയില്ല, ഇൻവിസിബിൾ ആണ്. ഡിപ്പെൻഡിങ് ഓൺ ഹൂ വി ആർ. ഓക്കെ. ഡിപ്പെൻഡിങ് ഓൺ ഹൂ വി ആർ. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഐ ഹാഡ് എ വിസിബിൾ ഫിസിക്കൽ പേഴ്സണൽ ഫൈറ്റ് വിത്ത് ഡെവിൾ. വിസിബിൾ ആയ ഐ കുഡ്. അപ്പം അന്ന് എനിക്ക് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുള്ള അറിയത്തില്ലായിരുന്നു. പക്ഷെ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് കൊണ്ട് ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഒരു വലിയ ശുശ്രൂഷയ്ക്ക് കൊണ്ട് ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു. ആ സമയത്ത് 1-to-1 ഫിസിക്കൽ അറ്റാക്ക്. ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ നേരിട്ട് എന്നോട് സംസാരിക്കും. മനുഷ്യൻ അടുത്തുനിന്ന് സംസാരിക്കുന്നതല്ല, അടുത്തുനിന്ന് സംസാരിക്കും. നീ ഒരുപാട് യാത്ര ചെയ്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയങ്ങളാണ്. ഈ പകുതി രക്ഷിക്കപ്പെട്ട ആളുകളൊക്കെ വീട്ടിൽ പോയി താമസിക്കേണ്ടി വരും. നീ ഭർത്താവ് മാത്രമേ ഉള്ളൂ ദൈവഭാഗത്ത്, അല്ലെ ഭാര്യ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ പോയി വചനം പ്രസംഗിക്കാനും മീറ്റിംഗ് നടത്താനും അവർക്ക് വീട്ടിൽ പോയി താമസിക്കുന്നുണ്ടേ രാത്രി പുള്ളി നിന്നോട് നീ മര്യാദ കൊടുത്ത് പൊക്കോണം, ഇതെന്റെ ആൾക്കാരാണ്, ഇല്ലേ ഞാൻ നിന്നെ അങ്ങനെ ഇങ്ങനെ വരുത്താറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ അതെല്ലാം ഇവന്മാരാണ്. ഇവന്മാരെങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ദൈവം എന്നെ പഠിപ്പിക്കാനായിരുന്നു. ഇതിനൊക്കെയുള്ള അവസരം അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു, എനിക്ക് അവസരം. സോ അവര് മനുഷ്യനെ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. ഇപ്പം ദൈവദാസനെ എനിക്ക് ഇപ്പൊ ആ പ്രോബ്ലം ഇല്ല. ദൈവം അനുവദിക്കാതെ സംഭവിക്കത്തില്ല. വേറെ കാര്യം, ഈ കമ്പാരിറ്റീവ്ലി ദൈവമക്കളല്ലെങ്കിൽ അത് നിനക്ക് കയറും. നമ്മൾ പഞ്ചാബിലൊക്കെ ചെല്ലണം. എന്റെ ദൈവമേ, മനുഷ്യന്റെ ശരീരത്തെ ഭൂതങ്ങളെ കണ്ടാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും പഞ്ചാബിൽ പോയിട്ടുള്ള സുവിശേഷ വേലയ്ക്ക് ഇനി ബോധനം തീരുമാനിച്ചു. ഒരു 2-3 ബസ് നിറച്ച ശാശുക്കളെ കൊണ്ട് നടക്കുന്നത്. ഇരിക്കുന്ന സകല മനുഷ്യനും ഒരു അത് ഭൂതമാണെന്ന്. അശുദ്ധാത്മ, അതാണ് അശുദ്ധാത്മാക്കളാണ്. അവരെ സംബന്ധിച്ച് നമ്മൾ പോപിച്ചാൽ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അവന് വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവര് ചേച്ചി പോകാൻ പറഞ്ഞാൽ ഞാൻ പോകോളൂ, തീർന്നു. കർത്താവിന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോ തന്നെ വേറൊരു സീരിയസ് കക്ഷി വന്നു. അപ്പോസ്തലന്മാര് നേരം വെളുക്കുന്നവര് ശാസിച്ചിട്ടും പോയില്ല. കർത്താവ് ഇറങ്ങി വന്നു, ഇവൻ അലറി ഈ കൊച്ചനെ കൊല്ലുന്ന പരുവത്തിലാക്കി പോയി. ശിശുമാര് ഞങ്ങൾക്ക് എന്തിനെ പുറത്താക്കാൻ കഴിയാതെ പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ലെന്ന് പറഞ്ഞു. മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കേണ്ട ആവശ്യമില്ല. ശിശുമാരൊന്നും ഉപവസിക്കുന്നില്ല. അവർക്ക് ആ സൈസിനെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല. അപ്പം നമ്മൾ ഈ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോ ഈ അന്ധകാര ശക്തികളെ പറ്റി 4 കാറ്റഗറി ഉണ്ടെന്നും, ഇപ്പൊ ഒരു ഭൂതോപദ്രവമുള്ള ബന്ധനമുള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതിലാരാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പവർ ഓഫ് ഡിസേൺമെന്റ് ഉണ്ടായിരിക്കണം. നമുക്ക് അതിന്റെ ഡിസേൺമെന്റ് ഉണ്ടായിരിക്കണം. ആ ഡിസേൺമെന്റ് ഉണ്ടായിട്ട് ഇവരെ ഓരോരുത്തരെയും കൈകാര്യം ചെയ്യേണ്ട രീതി വ്യത്യാസമാണ്. എല്ലായിടത്തും കയറി ഇപ്പൊ ശാസ്ത്രീയ ഇറക്കാൻ പോയിട്ട് ചെവിക്കുറ്റിക്ക് അടിയും മേടിച്ചോണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. യെസ്, നമ്മുടെ ചോദ്യകർത്താവ് ചോദിച്ചത് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർഗ്ഗസേന, ഈ 4 കാറ്റുകളിൽ വ്യാപരിക്കുന്നത്. 1 ഈ മണ്ണിൽ, 2 ഈ ആകാശത്ത്, 3 ഈ പ്രപഞ്ചത്ത്, 4 സ്വർഗസ്ഥലങ്ങളിൽ. ഈ 4 സ്ഥലങ്ങളുടെ ഇതിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ഡെമോണിക് വേൾഡിന്റെ അവിടെ ആ ഡെമോണിക് വേൾഡ്, ഞാൻ തന്നെ സ്പിരിറ്റ് വേൾഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലാസ്സും ഉണ്ട്. SAU അതിന്റെ ചാർട്ടെല്ലാം വരച്ചിട്ടുണ്ട്. സ്റ്റുഡൻസിനോട് സ്പിരിറ്റ് വേൾഡിനെ പറ്റി.
സ്റ്റുഡൻസ് മെറ്റീരിയലാണത്. മിക്കവാറും എല്ലാ സ്റ്റുഡൻസിനും കിട്ടും അത്. ഓക്കെ ഓക്കെ, താങ്ക് യു. Okay. താങ്ക് That's യു all. വെരി മച്ച് സർ. ഒരു No problem. ചെറിയ ചോദ്യം കൂടെ ചോദിക്കുന്നു. ധൈര്യമുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഉം. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. ഉം. ഇതൊന്ന് വിശദീകരിക്കാമോ? അതാണ് ഇതെന്താ? പ്രേക്ഷകന്റെ. എന്താ ശബത്തിന് സ്വസ്ഥത എന്നാണ്. ആ. സ്വസ്ഥത എന്നാണ്. ഉം. അത് ദൈവത്തിന്റെ ക്രിയേറ്റീവ് പ്ലാനിലുള്ള ഒരു കാര്യമാണ്. ഉം. ഭൂമിയെ സൃഷ്ടിക്കുമ്പോഴുള്ള പ്ലാനാണ്. ആഡമിക് വേൾഡിന് ഉം. ദൈവം അനുവദിച്ചിരിക്കുന്നത് ഈ 6,000 years ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഉം. 6,000 years കഴിയുമ്പോൾ ഉം. സഹസ്രാബ്ദ വാഴ്ച ഈ ഭൂമിയിൽ ആരംഭിക്കും. ഉം. യേശുക്രിസ്തു ദൈവം തൻ്റെ ജനവുമായിട്ട് ഉം. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലെ ഭക്തന്മാർ, പുതിയ നിയമ ഭക്തന്മാർ ഒരുമിച്ച് ഈ ഭൂമിയിൽ ഉം. 1,000 years ഉം. സമാധാനമായിട്ട് വാഴും. ഉം. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറയും. ഉം. അപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിന് ആർക്കും ഒരു ദോഷം ചെയ്യത്തില്ല. ഉം. ആ 1000 ആണ്ട് വാഴ്ചയെ പറ്റിയാണ് ദൈവം തന്റെ ജനത്തിന് ഒരു ശബത്ത് ശേഷിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സ്വസ്ഥതയുടെ. യെസ്. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വൺസ് അഗൈൻ.